ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ വൈകുകയാണ്. മാധ്യമങ്ങൾ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് വരണാധികാരി നിർദ്ദേശിച്ചതോടെയാണ് കൗൺസിൽ അംഗങ്ങൾ എതിർത്തത്. ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് നടപടി വൈകാൻ കാരണം. രഘുനാഥ് വിവരങ്ങളുമായി. രഘു, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വിവിധ മുനിസിപ്പാലിറ്റികളുടെ വിവരങ്ങൾ എങ്ങനെ? ആലപ്പുഴ ജില്ലയിൽ 6 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ 5-ലും UDF-നാണ് ഭൂരിപക്ഷം. ചേർത്തലയിൽ മാത്രമാണ് LDF-ന് ഭൂരിപക്ഷമുള്ളത്. ആലപ്പുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിലാണ് അല്ലെങ്കിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിലാണ് ചില തർക്കങ്ങൾ ഉണ്ടായത്. നടപടിക്രമങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ വരണാധികാരി മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടു. UDF കൗൺസിലർമാരും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ഇതിനെ ചോദ്യം ചെയ്തു. 1 മണിക്കൂറോളം ഇരുവിഭാഗവും തമ്മിൽ വലിയ തർക്കം നടന്നു. തുടർന്ന് ലൈവ് തത്സമയ സംപ്രേഷണം ഒഴിവാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് അവിടെ തുടരാം എന്നുള്ളൊരു നിലപാടിലേക്ക് ഭരണാധികാരി എത്തി. എന്തായാലും കോൺഗ്രസിന്റെ ആരോപണം ചില CPM യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം, കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴ നഗരസഭയിൽ UDF അധികാരത്തിൽ വരുന്നത്, അത് ആ ജനവിധി അംഗീകരിക്കാതെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി CPM യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇടത് ട്രേഡ് യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് UDF ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നടപടിക്രമങ്ങൾ, അതായത് അധ്യക്ഷയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. UDF-ഉം LDF-ഉം തമ്മിൽ 1 വോട്ടിന്റെ 1 സീറ്റിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായി മത്സരിച്ച് വിജയിച്ച ഒരാൾ UDF-ന് പിന്തുണ നൽകാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. SDPI വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. BJP-യും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. UDF അംഗങ്ങളുടെ വോട്ടുകളൊന്നും അസാധുവായില്ലെങ്കിൽ UDF തന്നെ അധികാരത്തിൽ വരും. ആലപ്പുഴയിൽ നിന്നുള്ള വിവരം രഘുനാഥ് നൽകുകയായിരുന്നു. ആലപ്പുഴയിൽ ചില അസ്വാരസ്യങ്ങൾ, മാധ്യമ പ്രതിനിധികളെ പുറത്ത് നിർത്തണം എന്ന വരണാധികാരിയുടെ നിർദ്ദേശത്തെ UDF അംഗങ്ങൾ എതിർത്തതുകൊണ്ടാണ് അവിടെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ കാര്യങ്ങളിൽ സുഗമമാണ്.